മേടിച്ചിട്ട് ഇറങ്ങിയേ. പക്ഷെ അതിനിടയിൽ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. Hi guys, welcome back to my channel. So hope you're all doing good and really keeping safe even I am doing good. So ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ ഓണം ഗെറ്റ് റെഡി വീഡിയോസും സാരി ലുക്ക് മേക്കപ്പ് ലുക്ക് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എവിടെ വരെയായി നിങ്ങളുടെ എല്ലാവരുടെയും ഓണമൊക്കെ? നമ്മുടെ ഓണം ഇത്തവണ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. സോ ചെറിയൊരു ഓണം മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ എനിക്കങ്ങനെ അധികം കറികളൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പം അറിയാവുന്ന പോലെ പിന്നെ കുറച്ച് യൂട്യൂബിൻ്റെ ഹെൽപ്പൊക്കെ കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യാമെന്ന് ഞാനൊരു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ലുലു പോവാണ്. സോ സമയം ഇപ്പം 9:40 ആയി. ഫ്രൈഡേ നൈറ്റാണിത്. പിന്നെ എനിക്ക് നാളെ ഓഫീസുണ്ട്. അപ്പം നാളെ എനിക്ക് സമയം കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചാൽ നാളെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. സോ ആ ചേച്ചി ഞാനും കൂടി കുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിന് മുമ്പ് തന്നെ നമുക്ക് സാധനങ്ങൾ മേടിച്ച് വെച്ചാൽ ഈസി ആവുമല്ലോ. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ലുലുലാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടുഗെദർ ഫോർ ഓണം ഷോപ്പിംഗ്. നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയേ. പക്ഷെ അതിനിടയിൽ ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ഞാൻ നടന്നു വന്നപ്പം റോഡിലൊരു കുഴി ഉണ്ടായിരുന്നത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ നാണം കെട്ടോടെ വീട് പോയി ഗൈസ്. മൊത്തത്തിൽ ഞാൻ നാണം കെട്ടുപോയി. അപ്പുറത്ത് നിന്ന് വണ്ടിയും കൊണ്ട് വന്ന ചേട്ടൻ വിചാരിച്ചു പുള്ളിയുടെ വണ്ടി തട്ടിയിട്ടാന്ന് പറഞ്ഞ് പുള്ളി കുറേ നേരം നിർത്തി അത്ര. എനിവേസ് എനിക്ക് അവിടുത്തെ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഫുൾ ക്രൗഡായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ആക്ച്വലി എനിക്ക് അവിടെ നിന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചെറുപറ ആൾക്കാരായിരുന്നു. പിന്നെന്താ, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ എന്തൊക്കെ വാങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ലിസ്റ്റൊക്കെ ഞാൻ എഴുതിക്കൊണ്ട് പോയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. അപ്പോൾ അധികമൊന്നും ഞാൻ മേടിച്ചില്ല. പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, പിന്നെ തേങ്ങ, പിന്നെ സാമ്പാർ മിക്സ്, പിന്നെന്താ അവിയൽ, അങ്ങനത്തെ സാധനങ്ങളാണ് മേടിച്ചത്. എല്ലാം കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ വാഴയില വാങ്ങി. ആക്ച്വലി നോർമൽ ഡേയ്സിന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ട് ആക്ച്വലി വെജിറ്റബിൾസിനൊക്കെ. എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ നെയ്യൊക്കെ റേറ്റ് കുറവുണ്ടായിരുന്നു, ഡിസ്കൗണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ വാങ്ങി. ഇനി എൻ്റെ നെക്സ്റ്റ് പണി എന്താണെന്നറിയോ? ഇനി എന്തൊക്കെ ഡിഷസാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യട്ടെ. സോ ഞാൻ ഇത്രയാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഇത്ര സാധനങ്ങളാണ്. 1 2 3 4 5 6 7 8 9 10. അതായത് റൈസും സോൾട്ടും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എല്ലാം കൂടിയിട്ടൊരു 10 11 12 ഐറ്റംസ് ആണ്. ആൻഡ് പിന്നെ പായസം ഞാൻ എന്തുണ്ടാക്കും എന്നൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. സോ മേ ബി ഞാൻ അടപ്പായസമായിരിക്കും ഉണ്ടാക്കാം. അടപ്പായസം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടും കൂടിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറച്ച് റീസെർച്ചൊക്കെ നടത്തി പിന്നെ മമ്മിനോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ അടപ്രഥമൻ വെക്കാനുള്ള ചെറിയ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ പിന്നെന്താ,
പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ ഓൾറെഡി മേടിച്ചു വെച്ചു. കാരണം നാളെ മിക്കവാറും ഭയങ്കര ക്രൗഡായിരിക്കും എല്ലാ ഷോപ്സിലും. അതായത് ഫ്ലവർ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ഫ്ലവേഴ്സ് കിട്ടാനേ ഇല്ല. ഇന്ന് തന്നെ പോയിട്ട് നമുക്ക് റോസ് ഫ്ലവർ ഒന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ മേടിച്ചു വെച്ചു ഓൾറെഡി. ഇന്ന് തന്നെ നമ്മൾ വാങ്ങി വെച്ചു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ ഫ്ലവേഴ്സ്. ഒരു ലോട്ടസ് മേടിച്ചു. ഇതിന് 2 dirhams ആണ് കേട്ടോ. ഇത് മുരുകൻ ഫ്ലവേഴ്സ് എന്ന് മേടിച്ച ലോട്ടസ് ആണ്. പിന്നെ പർപ്പിൾ കളറിൻ്റെ ജമന്തി, പിന്നെ വൈറ്റ് ലില്ലി, ലില്ലി ഇല്ലേ റെഡ് ലില്ലി, പിന്നെ യെല്ലോ ഫ്ലവർ, പിന്നെ ഓറഞ്ച്, പിന്നെ ഇത്. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇത്രയും ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അത് 2 ദിവസത്തേക്കാണ് കേട്ടോ. നാളത്തേക്കിനും പിന്നെ ഓണത്തിന് അന്നത്തേക്കിനും കൂടിയിട്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആഡ് ചെയ്യാം. till then bye.